ഇടുക്കി വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കാൻ നടപടിയാകാത്തത് സഞ്ചാരികളെ നിരാശരാക്കുന്നു. 2 മാസം മുമ്പാണ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. ഇതോടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാനാകാതെ നിരാശരായി മടങ്ങുന്നത്. സമൃദ്ധമായ പുൽമേടുകൾ, മൊട്ടക്കുന്നുകൾ, പൈൻമരങ്ങൾ, മഞ്ഞുമൂടിയ താഴ്വരകൾ, അങ്ങനെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് വാഗമണ്ണിലെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നത്. അഡ്വഞ്ചർ പാർക്ക് തുറന്നതോടെ ദിവസേന ആയിരങ്ങളാണ് വാഗമണ്ണിലെത്തുന്നത്. വാഗമണ്ണിൽ സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. ഇടുക്കി DTPCയും പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കിക്കി സ്റ്റാർസും ചേർന്നാണ് വാഗമൺ കോലാഹലമേട്ടിൽ ചില്ലുപാലം ഒരുക്കിയത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസിൽ നിർമ്മിച്ച പാലത്തിന് 3 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. ഇവിടെ നിന്നാൽ മുണ്ടക്കയം, കുട്ടിക്കൽ, കൊക്കയാർ മേഖലകളുടെ വിദൂര ദൃശ്യങ്ങൾ വരെ ആസ്വദിക്കാം. 2 മാസം മുമ്പ് അറ്റകുറ്റപ്പണികൾക്കായി പാലം അടച്ചു. ഇതോടെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ്. ഞങ്ങൾക്ക് ഉള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രതിഷേധമാണ്. ഞങ്ങൾ അവിടുന്ന് ഒരു 10-35ഓളം ആളുകൾ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾക്കിതിൽ കയറണമെന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കതിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രതിഷേധം തന്നെയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പണികൾ നീണ്ടുപോയി. മധ്യവേനൽ അവധിക്ക് മുമ്പായി ചില്ലുപാലം തുറന്നില്ലെങ്കിൽ വാഗമണ്ണിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും. സിറ്റി വിഷൻ, വാഗമൺ.